പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ചോദിച്ച പോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ 10th ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയുള്ള 30 ദിവസം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ടോപ്പിക്ക് ആദ്യം തീർക്കണം, എങ്ങനെ ഈ ടോപ്പിക്ക് പഠിച്ച് തീർക്കണം, സിലബസ് വലിയൊരു സിലബസ് ആണല്ലോ നമ്മുടെ 10th ലെവൽ മെയിൻസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്കുള്ളത്. അത് ഈ പറയുന്ന 30 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ആ സംശയങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് 30 ദിവസം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു വർക്കൗട്ട് ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. 100 മാർക്കിന്റെ OMR പരീക്ഷ ഉൾപ്പെടെ വീഡിയോ ക്ലാസ്, PDF നോട്ട്, മാജിക് മന്ത്ര PDF, പോക്കറ്റ് കറണ്ട് അഫേഴ്സ്, OMR എക്സാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ബാച്ചും ഇതിനോടൊപ്പം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, 30 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനിയും ഉള്ള 30 ദിവസം നിങ്ങൾ കൗണ്ട് ചെയ്തു. അതിൽ 5 ദിവസം നമ്മൾ പഠിക്കും. 5 ദിവസം പഠിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സര പരീക്ഷയുടെ ഒരു പ്രത്യേകത എത്ര കണ്ട് പഠിച്ചു എന്നല്ല, മറിച്ച് ആ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ 5 ദിവസം തുടർച്ചയായി നമ്മൾ പഠിക്കുന്നു. തുടർന്ന് 2 ദിവസം അതിന്റെ ഫുള്ള് റിവിഷൻ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, തിങ്കളാഴ്ചയാണ് നമ്മൾ ഈ പറയുന്ന വർക്ക് തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് തിങ്കളാഴ്ച തുടങ്ങുകയാണെങ്കിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ തുടർച്ചയായി 5 ദിവസം പഠിക്കുന്നു. അതിനുശേഷം ശനിയും ഞായറും എന്ത് ചെയ്യുന്നു? ഇതെല്ലാം റിവൈസ് ചെയ്യുന്നു. അതിനോടൊപ്പം 2 ദിവസവും 100 മാർക്കിന്റെ OMR പരീക്ഷ മസ്റ്റായിട്ടും അറ്റൻഡും ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് 100 മാർക്ക് OMR എക്സാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തെറ്റില്ല. അപ്പൊ 5 ദിവസം തുടർച്ചയായിട്ട് പഠിക്കണം. അതിന്റെ തുടർന്ന് അല്ലെങ്കിൽ ആ പറയുന്ന 2 ദിവസം, ഈ 5 ദിവസത്തിന് ശേഷമുള്ള 2 ദിവസം ഈ പഠിച്ച 5 ദിവസം പഠിച്ച കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ, സിലബസ് കണ്ടന്റ് ആയിക്കോട്ടെ, ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം ഈ 2 ദിവസം എന്ത് ചെയ്യണം? ഫുള്ള് റിവൈസ് ചെയ്യണം. രണ്ടാമത്തത് 100 മാർക്കിന്റെ OMR എക്സാം മസ്റ്റായി എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഡെയിലി എക്സാം ഉണ്ടാകും. ഈ തരുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഡെയിലി എക്സാം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്കും 9:30ക്കും അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ആ എക്സാം അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഒരു ദിവസം, അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, വലിയൊരു സിലബസ് അല്ലേ, ഈ പറയുന്ന ഒരു ദിവസം എത്ര സബ്ജക്റ്റ് ആണ് നമ്മൾ തീർക്കുന്നത്? 4 മുതൽ 6 സബ്ജക്റ്റ് വരെ നമ്മൾ കവർ ചെയ്യും. അതായത് ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് മൊത്തവും, ഒരു ദിവസം കൊണ്ട് ചരിത്രം മൊത്തവും എന്നല്ല, മറിച്ച് പ്രധാനപ്പെട്ട ഏരിയയിലെ ഒരു 4 സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കുറേശ്ശെ നമ്മൾ ഓരോ ദിവസവും കവർ ചെയ്ത് പോകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്ക് കറണ്ട് അഫേഴ്സ് ആണ്. 20 മാർക്ക് കമ്പൽസറി ആയി ഉണ്ട് എന്നാണ് സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും SCRT കവർ ചെയ്യും. എല്ലാ ദിവസവും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതിൽ പിന്നോട്ടുള്ള ആളുകൾ കാണുമല്ലോ, മാത്സ് ചെയ്യുന്ന സമയത്ത് 20ൽ 20 അല്ലെങ്കിൽ 10ൽ 10 കിട്ടുന്നില്ല, ഇംഗ്ലീഷിൽ 10ൽ 10 കിട്ടുന്നില്ല, മലയാളത്തിൽ പൂർണ്ണമായി ഫുൾ മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ എത്ര മാർക്ക് ആയിക്കോട്ടെ, മാത്സിനൊക്കെ 20 മാർക്കാണുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ 10 മാർക്കാണ്, മലയാളത്തിൽ 10 മാർക്കാണ്. അപ്പൊ അത്രയും മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് ഉണ്ടാകും, SCRTയുടെ റിവിഷൻ ഉണ്ടാകും, മാത്സ് ഉണ്ടാകും, ഇംഗ്ലീഷ് ഉണ്ടാകും, മലയാളം ഉണ്ടാകും. ഓക്കെ, ഇതിന്റെ ഈ പറഞ്ഞ ഫ്രീ ടൈം ടേബിളും ഇതിന്റെ PDF നോട്ട്സും കറണ്ട് അഫേഴ്സും വീഡിയോ ക്ലാസിന്റെ ലിങ്കും എക്സാമും എല്ലാം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും നമ്മൾ. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം സിസ്റ്റമാറ്റിക് ആയിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പൊ ഒന്നാമത്തെ ദിവസം നമ്മൾ ഏപ്രിൽ 19, നാളെയാണ് ഈ വർക്കൗട്ട് ബാച്ച് തുടങ്ങുന്നത്. അപ്പൊ ഏപ്രിൽ 19 ശനിയാണ്. ഈ ശനി ദിവസം, അതായത് ഏപ്രിൽ 19 ഒന്നാം ദിവസം ഡേ 1ൽ നിങ്ങൾ പഠിക്കേണ്ടത് ചരിത്രം തന്നെ 3 ഡിവിഷനാണ് ഉള്ളത്. ലോക ചരിത്രമുണ്ട്, ഇന്ത്യയുണ്ട്, കേരളമുണ്ട്. ഇപ്പൊ 3 ഏരിയ ഉണ്ടല്ലോ ചരിത്രത്തിൽ നിന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് പഠിക്കാം. ചരിത്രത്തിലെ ഒന്നുകിൽ ലോകം, അല്ലെങ്കിൽ ഇന്ത്യ, അതും അല്ലെങ്കിൽ കേരളം. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഒരു ദിവസം കവർ ചെയ്യുന്നത്. എൻ്റെ ടോപ്പിക് അല്ല, കുറേശ്ശെ ടോപ്പിക്ക് ചരിത്രത്തിൽ നിന്ന്. ദെൻ SCRT, രണ്ടാമത്തെ SCRTയിലെ 3 ചാപ്റ്റർ ആണ്. കാരണം SCRT പഴയ SCRT ഉണ്ട്, പുതിയ SCRT ഉണ്ട്. കാരണം 5, 7, 9 ക്ലാസ്സിലെ SCRT ചാപ്റ്ററുകളെല്ലാം പുതിയതും പഴയതും പഠിക്കണം. അപ്പൊ നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്ത് പോകണം. അപ്പൊ SCRT ഒരു ദിവസം 3 ചാപ്റ്റർ വെച്ച് തീർത്തെങ്കിൽ മാത്രമേ നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നമുക്ക് ഈ പറയുന്ന SCRT ചാപ്റ്റർ എല്ലാം തീർക്കാൻ പറ്റും. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ ഒരു ദിവസം 3 ചാപ്റ്റർ ഒക്കെ എങ്ങനെയാ തീർക്കുന്നത്?
ചില ഈ SCERT ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ SCERT ചാപ്റ്ററും ചിലപ്പോൾ 2 പേജോ 3 പേജോ 3 പേപ്പറോ ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ ആ SCERT ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുറേശ്ശെ അല്ലെങ്കിൽ കുറേശ്ശെ ഉള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കൂടി കവർ ചെയ്തു പോകാം. അപ്പൊ ആദ്യം 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3 ചാപ്റ്റർ വീതമാണ് നമ്മൾ തുടങ്ങുന്നത്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിലെ 3 ചാപ്റ്റർ. അപ്പൊ അടുത്ത ദിവസം ആ ഹിസ്റ്ററിയിൽ തന്നെ തുടർച്ചയായിട്ടുള്ള അടുത്ത 3 ചാപ്റ്റർ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ SCERT കവർ ചെയ്ത് പോകുന്നു. ദെൻ ഇതെല്ലാം വീണ്ടും റിവൈസ് ചെയ്യുവേ. ദെൻ ഈ ശനിയാഴ്ച നാളെ നിങ്ങൾ പഠിക്കുമ്പം കറണ്ട് അഫയേഴ്സ് നമ്മൾ തരുന്ന കറണ്ട് അഫയേഴ്സ് കൂടി പഠിക്കണം. ദെൻ PYQ ഫാക്ട് വളരെ കമ്പൽസറി ആയിട്ടും 2025 വരെ നടത്തിയ മുഴുവൻ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളൂ, അതിന്റെ അനുബന്ധ വസ്തുതകളും 2025 വരെ ഉള്ളത് പഠിച്ച് റിവൈസ് ചെയ്യണം. ദെൻ ഇതെല്ലാം കവർ ചെയ്തതിനു ശേഷം രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഈ പറഞ്ഞ GK കറണ്ട് അഫയേഴ്സും മാത്രമേ ഉള്ളൂ. അല്ല, സയൻസ് പഠിക്കണം. സയൻസിലെ ഒന്നെങ്കിൽ രസതന്ത്രം അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3-ലെ നിങ്ങൾക്ക് ഏതാണോ പഠിച്ചു തീർക്കാൻ പറ്റുന്നത് അത് കവർ ചെയ്യണം. ദെൻ മലയാളത്തിലെ പദശുദ്ധി എന്ന ടോപ്പിക് കവർ ചെയ്യണം. പദശുദ്ധി മാത്സുമായി ബന്ധപ്പെട്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് കവർ ചെയ്യണം. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഇത്രയാണ് നാളെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. വീട്ടിലിരുന്ന് കൃത്യമായി പഠിക്കേണ്ടത്. ഇതെല്ലാം പഠിച്ച് രാത്രി 9 മണിക്കും 9:30 ഇടയിൽ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഈ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് എക്സാം. ദെൻ അതിനോടൊപ്പം നിങ്ങൾ സെൽഫായിട്ട് 100 മാർക്കിന്റെ OMR എക്സാം ചെയ്തോ, നോ പ്രോബ്ലം. വർക്കൗട്ട് ബാച്ചിൽ 100 മാർക്കിന്റെ OMR എക്സാം സൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഡെയിലി എക്സാം കൂടാതെ. ഇത്രയാണ് 19-ാം തീയതി നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ ഏപ്രിൽ 20 എന്ന് പറഞ്ഞാൽ ഞായറ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന ശനിയാഴ്ച പഠിച്ച് ഇത്രയും കാര്യങ്ങൾ റിവിഷൻ ചെയ്യും. അത് റിവിഷൻ ഡേ ആയിട്ടാണ് ഏപ്രിൽ 20 ഞായറാഴ്ച ഫിക്സ് ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം 100 മാർക്കിന്റെ ഒരു OMR എക്സാം കമ്പൽസറി ആയും ചെയ്യണം, മസ്റ്റായും ചെയ്യണം. അപ്പൊ അതിൽ ചിലപ്പോൾ 100 മാർക്ക് OMR എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 88 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, 20 മാർക്ക് സ്കോർ ചെയ്തു, എത്രയെങ്കിലും മാർക്ക് ആയിക്കോട്ടെ, അത്രയും മാർക്ക് സ്കോർ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഒരു നിലവാരം, നിങ്ങളുടെ ഒരു ധാരണ, നിങ്ങൾ എവിടെയൊക്കെ കവർ ചെയ്തു, നിങ്ങൾക്ക് എവിടെയൊക്കെ കവർ ചെയ്യാനുണ്ട്, ഇംഗ്ലീഷ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, മാത്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നൊരു ധാരണ ഉണ്ടാവും. അപ്പൊ ഏപ്രിൽ 20 ദിവസം കഴിഞ്ഞു. പറഞ്ഞല്ലോ, ശനിയാഴ്ച പഠിച്ച എൻറ്റയർ കണ്ടന്റ് വീണ്ടും ചെയ്യണം, റിവൈസ് ചെയ്യണം. ദെൻ ഏപ്രിൽ 21 തിങ്കളാഴ്ച ഭൂമിശാസ്ത്രം, ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഏരിയയിലെ കേരളം, ഇന്ത്യ, ലോകം, ഈ 3 ഏരിയയിൽ ഏതാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കവർ ചെയ്യണം. ദെൻ SCERTയിലെ 3 ചാപ്റ്റർ, എഗെയിൻ കറണ്ട് അഫയേഴ്സ്. എല്ലാ ദിവസവും എന്തുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതായത് ഈ പറയുന്ന ശനിയാഴ്ച എന്ന കറണ്ട് അഫയേഴ്സ് വീണ്ടും എടുത്ത് പബ്ലിഷ് ചെയ്യുന്നതല്ല. കറണ്ട് അഫയേഴ്സിൽ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, പ്രധാനപ്പെട്ട ഈ പറഞ്ഞ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, UN വർഷങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, അങ്ങനെ ഓരോരോ ടോപ്പിക് ഉണ്ട്. അതെല്ലാം കവർ ചെയ്യണം. ദെൻ PYQ ഫാക്ട്, ദെൻ എക്സാം. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ ദിവസം സയൻസിലെ രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രം ഇവിടെയാണോ. ദെൻ മലയാളത്തിലെ വാക്യശുദ്ധി എന്ന ടോപ്പിക് കവർ ചെയ്യണം. മാത്സിലെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, ഇംഗ്ലീഷ് ടോപ്പിക്കായ ടൈപ്പ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഈ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വൊക്കാബുലറി കൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിക്കണം. പ്രധാനപ്പെട്ട ഇഡിയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആന്റോണിമ്, സിനോണിമ്, ഫ്രേസൽ വെർബ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക് ഉണ്ടല്ലോ വൊക്കാബുലറിക്കകത്ത്, സ്പെല്ലിങ്. അപ്പൊ അങ്ങനത്തുള്ള ടോപ്പിക് ഉണ്ട്, അതുകൂടി എന്ത് ചെയ്യണം, ഇതിനോടൊപ്പം പഠിച്ച് പോകണം. അപ്പൊ ആ ഒരു റാൻഡം ആയിട്ടുള്ള ഏരിയ കൂടി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. അപ്പൊ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കുന്ന അതേ സമയത്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആയിക്കോട്ടെ, റിപ്പോർട്ട് ഓഫ് സ്പീച്ച് ആയിക്കോട്ടെ, സബ്ജക്റ്റ് വെർബ്, കോൺകോഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ പഠിച്ചോ അതിനോടൊപ്പം ഒരു ടോപ്പിക് വൊക്കാബുലറി കൂടി കവർ ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ. അപ്പം ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ, നാളെ മുതൽ തുടങ്ങുന്ന വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ദെൻ ഏപ്രിൽ 22 ചൊവ്വാഴ്ച ഇന്ത്യൻ ഭരണഘടന കവർ ചെയ്യണം. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അവിടെ വരെ പഠിക്കും. ഇപ്പൊ ആമുഖം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് വരെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ രൂപീകരണം, ആമുഖം, മാർഗനിർദ്ദേശക തത്വങ്ങൾ വരെ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ അതവിടെ നിർത്തിക്കോ.
മാർഗനിർദ്ദേശ തത്വങ്ങൾ വരെ മതി. ദെൻ അതിനോടൊപ്പം സുപ്രധാന നിയമം. അപ്പൊ എന്തുകൊണ്ടാ ഈ ഇന്ത്യൻ ഭരണഘടനയോടൊപ്പം സുപ്രധാന നിയമങ്ങൾ കൊണ്ടുവന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണല്ലോ പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ. വിവരാവകാശ നിയമം സുപ്രധാന നിയമങ്ങളാണ്, മനുഷ്യാവകാശ നിയമം സുപ്രധാന നിയമമാണ്. അപ്പൊ അങ്ങനെ ഉള്ള നിയമങ്ങൾ കൂടി ഇതിനോടൊപ്പം പഠിക്കണം ഇന്ത്യൻ ഭരണഘടനയോടൊപ്പം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയോടൊപ്പം സുപ്രധാന നിയമങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അത്. ദെൻ SCERTയിലെ 3 ചാപ്റ്റർ, വീണ്ടും 3 ചാപ്റ്റർ. അപ്പൊ 3 ദിവസം ആകുമ്പം 9 ചാപ്റ്റർ തീർന്നു, ഒരു പുസ്തകം തന്നെ തീരും. ദെൻ അന്നും പഠിക്കണം കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട് പഠിക്കണം. എക്സാം ഉണ്ട്, ആ എക്സാമിനകത്ത് ആര് ഉൾപ്പെടും? സയൻസ്, ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ദെൻ മലയാളത്തിലെ പരിഭാഷ എന്നറിയപ്പെടുന്ന ടോപ്പിക് കവർ ചെയ്യണം. മാത്സിലെ ശതമാനം. ദെൻ ഇംഗ്ലീഷിലെ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് പ്ലസ് വൊക്കാബുലറി. ഇതിനോടൊപ്പം തന്നെ വൊക്കാബുലറി കൂടി ആഡ് ചെയ്യണം. അപ്പം അത് അന്നത്തെ ദിവസത്തെ റിവിഷൻ തീർന്നു. അന്ന് രാത്രി 9 മണിക്ക് എക്സാം. 9 മണിക്ക് 9:30 ഉള്ള ടൈമിൽ PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതും പഠിച്ച് റിവൈസ് ചെയ്തു. ദെൻ ഏപ്രിൽ 23 ബുധൻ ഈ പറയുന്ന ടോപ്പിക് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ ഭരണവും ഭരണ സംവിധാനങ്ങളും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നറിയപ്പെടുന്ന മേഖല, കേരളത്തിലെ പ്രധാനപ്പെട്ട സർവീസ് സംബന്ധമായിട്ടുള്ള ടോപ്പിക് എല്ലാം കവർ ചെയ്യുന്ന കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും കവർ ചെയ്യണം. SCERTയിലെ 3 ചാപ്റ്റർ, അവിടെയും 3 ചാപ്റ്റർ. ദെൻ കറണ്ട് അഫേഴ്സിന്റെ കണ്ടിന്യൂഷൻ, PYQ ഫാക്ട് പഠിക്കണം. എക്സാം, അപ്പൊ എക്സാമിനകത്ത് ആര് ഉൾപ്പെടും? ഈ ടോപ്പിക്കും ഉൾപ്പെടും. സയൻസിലെ ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. മലയാളത്തിലെ ഒറ്റപ്പദം, മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും, ഇംഗ്ലീഷിലെ എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് എന്നറിയപ്പെടുന്ന ഏരിയ എഗ്രിമെന്റ്. ദെൻ വൊക്കാബുലറി, അവിടെ വൊക്കാബുലറി കവർ ചെയ്യണം മസ്റ്റായിട്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇഡിയം ആയിരിക്കും സെലക്ട് ചെയ്തത് ഒരു ദിവസം, അടുത്തത് ഫ്രേസൽ വെർബ് ആയിരിക്കാം, ഒരു ദിവസം സിനോണിം ആയിരിക്കാം, ആന്റോണിം ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ദെൻ ഏപ്രിൽ 24 വ്യാഴം, ഡേറ്റ് സഹിതം ഞാൻ പറയുന്നുണ്ട്. ഏപ്രിൽ 24 വ്യാഴം സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക് കുറച്ച് എഴുതിയ കവർ ചെയ്യുമ്പോൾ നമ്മൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് 2024-25 മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉൾപ്പെടെ നമ്മൾ കവർ ചെയ്ത് ആ ഒരു ടോപ്പിക് കവർ ചെയ്യണം. ദെൻ SCERTയിലെ 3 ചാപ്റ്റർ അഗെയിൻ, കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട്. ദെൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആരൊക്കെ ഉൾപ്പെടണം? സയൻസ്, രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം. മലയാളത്തിലെ ടോപ്പിക്ക് പര്യായം. ദെൻ മാത്സിലെ ടോപ്പിക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും. ഇംഗ്ലീഷിലെ ടോപ്പിക്കോ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലിയറി വെർബ്. പിന്നെ അതിനോടൊപ്പം തന്നെ വീണ്ടും വൊക്കാബുലറി. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇത്രയും ദിവസം നമ്മൾ കവർ ചെയ്തു. ദെൻ ഏപ്രിൽ 25 വെള്ളി, ആ വീക്ക് തീരാൻ പോവാ. ഏപ്രിൽ 25 വെള്ളിയാഴ്ച പഠിക്കേണ്ട ടോപ്പിക്ക് കലാ, കായികം, സാഹിത്യം, സംസ്കാരം. ഒരു മേഖലയാണല്ലോ. ദെൻ IT-യുമായി ബന്ധപ്പെട്ട 5 മാർക്ക് നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്ന 5 മാർക്കാണ്. IT അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ. പ്രധാനപ്പെട്ട കഴിഞ്ഞ വട്ടത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിന്റെ പേര് ഫ്ലോപ്സ്. അപ്പൊ അങ്ങനെ അപ്പൊ വേഗതകളെല്ലാം കൂടെ ഒരുമിച്ച്, മൗസിന്റെ വേഗത, മിക്കി എന്നൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഏരിയ. SCERTയിലെ 3 ചാപ്റ്റർ കമ്പൽസറി ആയിട്ട് പഠിക്കണം. SCERTയിലെ 3 ചാപ്റ്റർ, കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ സയൻസ് കവർ ചെയ്യണം. മലയാളത്തിലെ വിപരീത പദം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, മാത്സിലെ അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയത്തില്ലേ, അംശബന്ധവും അനുപാതവും. പിന്നെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് കവർ ചെയ്യുന്ന അതേ ഡേയിൽ തന്നെ വൊക്കാബുലറി ആഡ് ചെയ്ത് പഠിക്കണം. അപ്പൊ അന്നത്തെ ദിവസം തീർന്നു. അപ്പൊ ഈ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ പഠിച്ചു. അപ്പൊ ഇത്രയും ദിവസത്തെ ടോപ്പിക്സ് ശനിയും ഞായറും ഫുള്ള് റിവൈസ് ചെയ്യണം. ഈ ഫുള്ള് റിവിഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ OMR എക്സാം അറ്റൻഡ് ചെയ്യണം. അത് ചിലപ്പോൾ ഒരു OMR എക്സാം ആയിരിക്കാം, 2 OMR എക്സാം ആയിരിക്കാം, 3. നിങ്ങൾക്ക് എത്ര ആണോ ചെയ്യാൻ പറ്റുന്നത് അത്ര അറ്റൻഡ് ചെയ്ത് പോവുക. നമ്മൾ വർക്കൗട്ട് ബാച്ചിൽ OMR എക്സാം തരും. അതിൽ ചിലപ്പോൾ 10 OMR എക്സാം കാണും, 15 OMR എക്സാം കാണും. അത് നിങ്ങൾ സമയമെടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തിട്ടില്ല, ഇംഗ്ലീഷ് കവർ ചെയ്തിട്ടില്ല, അപ്പോൾ ആ ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഏപ്രിൽ 26, 27 ശനിയും ഞായറും ഫുള്ള് റിവിഷനാണ്. അന്നത്തെ ദിവസം കൂടുതൽ ക്ലാസ് ഇല്ല, പക്ഷേ കറണ്ട് അഫേഴ്സ് അന്നും അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ അടുത്തത് ഏപ്രിൽ 28 വീണ്ടും തിങ്കളാഴ്ച ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞ ടോപ്പിക് വീണ്ടും റിവിഷൻ വന്നു. ചരിത്രം വീണ്ടും എന്ത് ചെയ്യുന്നു? റിവിഷൻ. കേരളം, ഇന്ത്യ, ലോകം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്
പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ നടത്തണം. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് കണ്ടന്റ് കൂടെ ആഡ് ചെയ്യണം. കുറച്ച് ഏരിയ കൂടി കവർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം ലോകത്തിലെ പ്രധാനപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാർഷികം വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 അമേരിക്കൻ വിപ്ലവത്തിന്റെ വാർഷികമുണ്ട്, പ്രധാനപ്പെട്ടതാണ്. ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഉറപ്പായിട്ട് ചോദ്യം. കാരണം ദാദാഭായ് നവറോജിയുടെ വാർഷിക 2025 അദ്ദേഹത്തിന് ഒരു വാർഷിക സ്ഥാനമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. ചരിത്രം ഉറപ്പായിട്ടും ആ ഒരു റിവിഷൻ നടത്തണം. ഒന്നുകിൽ കേരളം, അതല്ലെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. ദെൻ അഗൈൻ SCRTയിലെ 3 ചാപ്റ്റർ. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും 10 ദിവസമാകുമ്പോൾ 30 ചാപ്റ്റർ കഴിഞ്ഞല്ലോ, എങ്കിൽ വീണ്ടും അതെന്ത് ചെയ്യണം? വീണ്ടും റിവൈസ് ചെയ്യണം. വീണ്ടും 3 ചാപ്റ്റർ വീണ്ടും റിവൈസ് ചെയ്ത് മാറ്റണം. അതിനോടൊപ്പം കറണ്ട് അഫയേഴ്സ് പഠിക്കണം. PYQ ഫാക്ട് 2024 25 ഈ 2 വർഷത്തെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷയുടെ ഫാക്ടുകൾ. അതിൽ ഡിഗ്രി പരീക്ഷ ഉണ്ടാകാം, ഈ 10th ലെവൽ പരീക്ഷ ഉണ്ടാകാം, 12th ലെവൽ പരീക്ഷ ഉണ്ടാകാം. റിലേറ്റഡ് ഫാക്ട് കമ്പൽസറി ആയിട്ടും പഠിക്കണം. ദെൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആരെ കൂടെ പരിഗണിക്കണം? സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ കണ്ടന്റ്, ദെൻ മലയാളത്തിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും. മാത്സിലെ ടോപ്പിക്ക് സമയവും ദൂരവും. ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ദെൻ വൊക്കാബുലറി. ഇൻഫിനിറ്റീവും ജെറണ്ടും പിന്നെ വൊക്കാബുലറി എന്നറിയപ്പെടുന്ന ഒരു ഏരിയയും. അപ്പോൾ അതാവുമ്പോൾ അന്നത്തെ ദിവസം തീർന്നു. ദെൻ അഗൈൻ ഏപ്രിൽ 29 ചൊവ്വ. ഏപ്രിൽ 29 ചൊവ്വ ഭൂമിശാസ്ത്രം പഠിക്കണം. അത് അപ്പം വീണ്ടും നമ്മൾ റിവിഷനായി. ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ വന്ന കണ്ടന്റ് വീണ്ടും റിവിഷനായി. ഭൂമിശാസ്ത്രം ഒന്നുകിൽ കേരളം, ഇന്ത്യ, ലോകം. SCRTയിലെ 3 ചാപ്റ്റർ വീണ്ടും അതിന്റെ തുടർച്ചയല്ല, അതിന്റെ ബാക്കി. കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട്, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആരെയൊക്കെ ഉൾപ്പെടുത്തണം? സയൻസ്, ഒന്നെങ്കിൽ കെമിസ്ട്രി ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഫിസിക്സ് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ബയോളജി ഉൾപ്പെടുത്തണം. മലയാള പദം, മലയാളവുമായി ബന്ധപ്പെട്ട് സമാന പദം എന്നറിയപ്പെടുന്ന മേഖല. മാത്സിലെ സമയവും പ്രവൃത്തിയും നമുക്കറിയാവുന്ന ടോപ്പിക്കാണ്. ഇംഗ്ലീഷിലെ ടെൻസും വൊക്കാബുലറിയും പഠിക്കണം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ദെൻ ഏപ്രിൽ 30 ബുധനാഴ്ച. അപ്പോൾ ഏപ്രിൽ മാസം തീരാൻ പോകും. ഏപ്രിൽ 30 ബുധനാഴ്ച ഭരണഘടന വീണ്ടും പഠിക്കണം. സുപ്രധാന നിയമം തുടർച്ച, അതായത് ഭരണഘടനയിലെ ടോപ്പിക് ഇപ്പം മാർഗനിർദ്ദേശ തത്വങ്ങൾ വരെ നിങ്ങൾ കവർ ചെയ്ത് നിർത്തിയേക്കുക. അതിനുശേഷമുണ്ട് മൗലികാവകാശങ്ങളുണ്ട്, മൗലിക കടമകളുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, പ്രധാനപ്പെട്ട ആനുകാലിക സംഭവം ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം. SCRTയിലെ 3 ചാപ്റ്റർ മസ്റ്റായിട്ടും കവർ ചെയ്യണം. കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ഉണ്ട്, PYQ ഫാക്ട്, എക്സാം, ഇത്രയും അറ്റൻഡ് ചെയ്യണം ഏപ്രിൽ 30. ദെൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടുത്തണം. മലയാളത്തിലെ ടോപ്പിക്ക് ചേർത്തെഴുതുക. ആ ടോപ്പിക്ക് നമ്മുടെ സിലബസിലുണ്ടല്ലോ. മാത്സിലെ ടോപ്പിക്ക് ശരാശരി. ഇംഗ്ലീഷിൽ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസും വൊക്കാബുലറിയും. ഈ ഒരു ഏരിയ കവർ ചെയ്യണം. ദെൻ മെയ് 1 വ്യാഴം, മെയ് ദിനമാണ്. അന്ന് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കാം എന്ന് കരുതണ്ട. അടുത്ത മെയ് 1 ലോക സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ നിങ്ങൾ സർക്കാർ സർവീസിൽ കയറിയില്ലയോ, പിന്നെ ലീവ് എടുത്ത് സന്തോഷമായിട്ടിരിക്കാം. മെയ് 1 വ്യാഴം. ടോപ്പിക്ക് കേരളം, ഭരണവും ഭരണ സംവിധാനവും. SCRTയിലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം. കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യണം. PYQ ഫാക്ട്, എക്സാം. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ആരെയൊക്കെ? മലയാളത്തിലെ സ്ത്രീലിംഗം, പുല്ലിംഗം. മാത്സിലെ കൃത്യംഗ നിയമം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, എക്സ്പോണന്റ് എന്ന് പറയത്തില്ല. ഇംഗ്ലീഷിൽ പ്രപ്പോസിഷൻസും വൊക്കാബുലറിയും. അവിടെയും സയൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അടുത്തത് മെയ് 2 വെള്ളിയാഴ്ച. മെയ് 2 വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം, അതിൻ്റെ തുടർച്ച. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിൻ്റെ തുടർച്ച എന്ന രീതിയിൽ സാമ്പത്തിക ശാസ്ത്രം കവർ ചെയ്യണം. SCRTയിലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം. കറണ്ട് അഫയേഴ്സ്, PYQ ഫാക്ട്, എക്സാം അറ്റൻഡ് ചെയ്യുമ്പം വളരെ പ്രധാനപ്പെട്ട ഏരിയ സയൻസ്. അതിനോടൊപ്പം മലയാളത്തിലെ വചനം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്. മാത്സിലെ ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം. ഇത്രയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാത്സിൽ പഠിക്കേണ്ടത്. ഇംഗ്ലീഷിൽ യൂസ് ഓഫ് കോറിലേറ്റീവും വൊക്കാബുലറിയും പഠിക്കണം. അടുത്തത് മെയ് 3, 4 ശനി ഞായർ ദിവസങ്ങളാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനി ഞായർ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വസ്ഥമായി വീട്ടിൽ സമാധാനത്തോടു കൂടി ഇരുന്ന് ഫുള്ള് റിവൈസ് ചെയ്യുന്നു. സാമ്പത്തിക ശാസ്ത്രവും കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും ഈ പഠിച്ച കാര്യങ്ങളെല്ലാം 2 ദിവസം, ഒരു ദിവസമല്ല 2 ദിവസം റിവിഷൻ നടത്തി. എന്നിട്ട് എന്ത് ചെയ്യണം? OMR എക്സാം അറ്റൻഡ് ചെയ്യണം. 100 മാർക്കിൻ്റെ OMR എക്സാം നമ്മൾ തരുന്ന എക്സാം അറ്റൻഡ് ചെയ്ത് മാറ്റണം. അടുത്ത മെയ് 5 തിങ്കളാഴ്ച. വീണ്ടും തിങ്കൾ വന്നേ. കലാ, കായികം, സംസ്കാരം ടോപ്പിക് കവർ ചെയ്യണം. ബാക്കിയുള്ള ടോപ്പിക്ക് IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ ഇനിയുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നറിയപ്പെടുന്ന യൂണിറ്റ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ കവർ ചെയ്യണം.
ദെൻ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സൈബർ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് കവർ ചെയ്തിട്ടില്ലെങ്കിൽ കവർ ചെയ്യണം. അപ്പൊ അത്രയും മേഖല. അപ്പൊ ഓരോ മേഖല തീർത്തു വരും ഓരോ ദിവസവും. ഒരു ദിവസം IT അങ്ങ് തീർത്ത് കളയുമെന്നല്ല ഞാൻ പറഞ്ഞേ, കുറേശ്ശെ പയ്യെ തിന്നാൽ പനിയും തിന്നാം. SCERTയിലെ 3 ചാപ്റ്റർ വീണ്ടും അഗെയിൻ കറണ്ട് അഫേഴ്സ് കണ്ടന്റ് ഒത്തിരി പോയിന്റുകളുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, പ്രധാനപ്പെട്ട നിയമനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ, സെബി എന്നറിയപ്പെടുന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെ പുതിയ ചെയർമാൻ ആര്, അപ്പം അങ്ങനത്തെയൊക്കെയുള്ള അപ്ഡേഷനുകളുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യണം. PYQ ഫാക്ട്, എക്സാം അറ്റൻഡ് ചെയ്യുമ്പം മസ്റ്റായിട്ടും സയൻസും മലയാളം മാത്സ്. അപ്പോൾ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാളത്തിലെ പിരിച്ചെഴുതൽ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, മാത്സിൽ പ്രോഗ്രഷനുകൾ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെ, ഇംഗ്ലീഷിൽ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അതിനോടൊപ്പം തന്നെ എന്തും കൂടെ കവർ ചെയ്യണം, വൊക്കാബുലറി കൂടി കവർ ചെയ്യണം. ദെൻ മെയ് 6 ചൊവ്വാഴ്ച വീണ്ടും അഗെയിൻ ഒന്നാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്ത കണ്ടന്റ് 3 റിവിഷനായി നമ്മൾ 3ാമത്തെ റിവിഷനിലേക്ക് പോവാം. ചരിത്രത്തിലെ ഒന്നിൽ കേരളം, അല്ലെങ്കിൽ ഇന്ത്യ, അതുമല്ലെങ്കിൽ ലോകം, 3ലേതാണോ അത്. SCERTയിലെ വീണ്ടും 3 ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോക ചരിത്രങ്ങളൊക്കെ കവർ ചെയ്യുമ്പം SCERTയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, SCERTയിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെന്ന. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ, മേരി ആന്റോയിനെറ്റ് പറഞ്ഞ വാക്യമല്ലേ അല്ലേ? അങ്ങനെയൊക്കെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ യാതൊരു ഗവൺമെന്റിനും അവകാശമില്ല, ജോൺ ലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? കോമൺ സെൻസ് എന്ന ലഘുലേഖ ആരുമായി ബന്ധപ്പെട്ട, തോമസ് പെയിൻ. അപ്പൊ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന ലോക ചരിത്രത്തിലുള്ളതാ. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റർ ഉണ്ട്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതും കവർ ചെയ്തു. ദെൻ കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട്, എക്സാം, അതിനോടൊപ്പം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. എല്ലാ ദിവസവും അപ്പോൾ എന്തുണ്ട്, ഒന്നുകിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ബയോളജി. ദെൻ മലയാള ഘടകപദം ടോപ്പിക്ക് പഠിക്കണം, കമ്പൽസറി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ അപ്പം മാത്സ് കവർ ചെയ്തു, നമ്മൾ പ്രധാനപ്പെട്ട മാത്സിലെ ടോപ്പിക് കവർ ചെയ്തു. ഇനി അടുത്ത എന്താ, മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധന എന്നറിയപ്പെടുന്ന ടോപ്പിക് ഉണ്ട്. അതിൽ കലണ്ടർ, ക്ലോക്ക്, കൂട്ടലും കുറയ്ക്കലും, അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് ടോപ്പിക് ഉണ്ടല്ലോ, അതുകൂടി കവർ ചെയ്ത് പോകണം. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അതിനോടൊപ്പം ആരും കൂടെ കവർ ചെയ്യണം, വൊക്കാബുലറി. അപ്പൊ എന്തായി, മാത്സിലെ മെയിൻ ടോപ്പിക് തീർന്നു. പിന്നെ നമ്മൾ മാനസിക ശേഷി, നമ്മൾ പറഞ്ഞ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നറിയപ്പെടുന്ന ഏരിയയിലേക്ക് പോവാം. ദെൻ മെയ് 7 ബുധൻ ഭൂമിശാസ്ത്രം, കേരളം, ഇന്ത്യ, ലോകം. ചിലപ്പോൾ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ പാളികൾ നിങ്ങൾ കവർ ചെയ്ത് കാണും. അകക്കാമ്പ്, പുറക്കാമ്പ്, നമ്മൾ പറയും മാൻഡില്, കോറ്, ക്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഏരിയ. അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് ലോകവുമായി ബന്ധപ്പെട്ട്, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും ഉണ്ട്. പിന്നെ SCERTയിലെ 3 ചാപ്റ്റർ. ഈ 3 ചാപ്റ്റർ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ടോപ്പിക്ക് തീർത്ത് വീണ്ടും റിവിഷൻ നടത്താനാ. ഒരു ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 30 ദിവസം കൊണ്ട് 30 ചാപ്റ്ററേ തീർത്തുള്ളൂ. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് തന്നെ 2 പുസ്തകമുണ്ട്. അതിൽ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. സോഷ്യൽ സയൻസ് സെക്കൻഡ് പേപ്പറിനകത്ത് 2 പുസ്തകമുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിലുണ്ട്. 9ാം ക്ലാസ് പഴയതും ഉണ്ട്, പുതിയതും ഉണ്ട്. ഓക്കെ, ദെൻ കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട് മസ്റ്റായിട്ട് പഠിക്കണം. അതിനോടൊപ്പം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ സയൻസ്, അതും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മലയാളത്തിൻ്റെ റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇതെല്ലാം റിവൈസ് ചെയ്യും. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ ഓരോ കണ്ടന്റ് വീണ്ടും റിവിഷൻ നടത്തും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്താൽ മതി. മലയാളത്തിൻ്റെ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മലയാള റിവിഷനായി. ദെൻ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുടെ റിവിഷൻ, ഇംഗ്ലീഷിലെ കറക്ഷൻ ഓഫ് സെന്റൻസസ്. ദെൻ അതിവിടെയും ആരുണ്ട്, വൊക്കാബുലറി ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും വൊക്കാബുലറി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 ദിവസം നിങ്ങൾ വൊക്കാബുലറി കവർ ചെയ്യുമ്പം എത്ര വൊക്കാബുലറി കവർ ചെയ്യും? ഇഡിയം, ഫ്രേസൽ വെർബ്, ആന്റോണിം, സിനോണിം, അങ്ങനെ ഓരോ ദിവസവും ഓരോ പോർഷൻ കവർ ചെയ്ത് പോവാ. ഇത് വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ റിവൈസ് ചെയ്യും. ഓക്കെ, ദെൻ മെയ് 8 വ്യാഴം ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഏരിയ. ദെൻ സുപ്രധാന നിയമങ്ങൾ, ഭരണഘടനയും സുപ്രധാന നിയമങ്ങളോട് കമ്പൈൻ ചെയ്തങ്ങ് പോയാൽ മതി. ദെൻ SCERTയിലെ 3 ചാപ്റ്റർ, അവിടെയും കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പം UN വർഷങ്ങൾ കമ്പൽസറി ആയിട്ടും ചോദിക്കും. സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. പ്രധാനപ്പെട്ട ഈ പറയുന്ന ആപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഓരോ ലേണിംഗ് ആപ്പുകളുണ്ട്. ലേണിംഗ് ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പദ്ധതികൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത ആപ്പുകൾ, പ്രധാനപ്പെട്ട പദ്ധതികൾ, പോലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട
പദ്ധതികൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ഉണ്ട്, അത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ഉണ്ട്. ദെൻ PYQ ഫാക്ട്, അതിനോടൊപ്പം എക്സാം അറ്റൻഡ് ചെയ്യുമ്പം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ദെൻ മലയാളത്തിൻ്റെ റിവിഷൻ PYQ ആണ്. പിന്നെ മാത്സിലെ മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധനയും അത് റിവിഷൻ, അതിനകത്ത് ക്ലോക്ക് ഉണ്ട്, ഇനി എടുക്കാൻ കലണ്ടർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ദെൻ ഇംഗ്ലീഷിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതിനോടൊപ്പം തന്നെ വൊക്കാബുലറി. ഓക്കെ ആണോ? ദെൻ മെയ് 10, 11 ശനിയും ഞായറും റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം, റെസ്റ്റ് എടുക്കുന്നവർ പിന്നീട് റെസ്റ്റ് എടുക്കേണ്ടി വരും, പിന്നെയും ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത് ആദ്യ റാങ്കിലെത്തി ജോലി മേടിച്ച് അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങൾ ഇനി ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല, സെക്രട്ടേറിയറ്റ് OAI. ദെൻ മെയ് 10, 11 ഫുള്ള് റിവിഷൻ. ദെൻ അഗെയിൻ അന്നത്തെ ദിവസം 2 ദിവസവും 100 മാർക്കിൻ്റെ OMR എക്സാം കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യണം. ദെൻ മെയ് 12 തിങ്കളാഴ്ച വീണ്ടും സാമ്പത്തിക ശാസ്ത്രം. SCERTലെ 3 ചാപ്റ്റർ കവർ ചെയ്യണം, കറണ്ട് അഫേഴ്സ് കവർ ചെയ്യണം, PYQ ഫാക്ട് കവർ ചെയ്യണം. എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കവർ ചെയ്യണം. ദെൻ മലയാളം റിവിഷൻ PYQ. കാരണം നമ്മുടെ ടോപ്പിക്കെല്ലാം ഒരു തവണയായി, പിന്നെ വീണ്ടും അത് ഒന്നേന്ന് പറഞ്ഞ് റിവിഷൻ ചെയ്യുക. മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതും റിവിഷൻ. ഇംഗ്ലീഷിലെ റിവിഷൻ, അതിനോടൊപ്പം വൊക്കാബുലറി. അപ്പോഴും വൊക്കാബുലറിക്ക് മാറ്റമില്ല, പുതിയ വൊക്കാബുലറി ടോപ്പിക്ക് ആഡ് ചെയ്യുക. മെയ് 13 ചൊവ്വാഴ്ച, മെയ് 13 ദിവസം, മെയ് 13 ചൊവ്വാഴ്ചയായി കലാകായികം സംസ്കാരം. ദെൻ IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്നറിയപ്പെടുന്ന ഇൻഫർമേഷൻ ടെക്നോളജി. അവിടെയും SCERT ഉണ്ട് എല്ലാ ദിവസവും, കറണ്ട് അഫേഴ്സ് ഉണ്ട്, PYQ ഫാക്ട് ഉണ്ട്, അതിനോടൊപ്പം എക്സാം. സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. മലയാളത്തിലെ റിവിഷൻ PYQ, മാനസിക ശേഷി നിരീക്ഷണ പഠന പരിശോധനയും അവിടെ റിവിഷൻ, ഇംഗ്ലീഷും റിവിഷൻ, വൊക്കാബുലറി. അപ്പം എന്തുകൊണ്ടാണ് റിവിഷൻ ആവുന്നതെന്ന് ചോദിച്ചാൽ ടോപ്പിക് എല്ലാം നമ്മൾ കവർ ചെയ്തു ഇത്രയും ദിവസം കൊണ്ട്. അടുത്തത് മെയ് 14 ബുധൻ ചരിത്രം. വീണ്ടും കേരളം, ഇന്ത്യ, ലോകം. ഒന്നുകിൽ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാനവും കേരള ചരിത്രം ഉൾപ്പെടെ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചരിത്രം ഉൾപ്പെടെ, ലോകവുമായി ബന്ധപ്പെട്ട ചരിത്രം ഉൾപ്പെടെ. SCERTലെ 3 ചാപ്റ്റർ. കറണ്ട് അഫേഴ്സ് കണ്ടന്റ്, PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി. മലയാളത്തിലെ റിവിഷൻ PYQ ആണ്. മാനസിക ശേഷി നിരീക്ഷണ പഠന പരിശോധനയും റിവിഷനാണ്. ഇംഗ്ലീഷിലെ റിവിഷനും അതിനോടൊപ്പം വൊക്കാബുലറി. അടുത്ത മെയ് 15 വ്യാഴം ഭൂമിശാസ്ത്രം, കേരളം, ഇന്ത്യ, ലോകം. SCERTലെ 3 ചാപ്റ്റർ. കറണ്ട് അഫേഴ്സ് മസ്റ്റായിട്ട് പഠിക്കണം. PYQ ഫാക്ട് ഉണ്ട്, അതിനോടൊപ്പം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ സയൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. മലയാള റിവിഷൻ PYQ, മാനസിക ശേഷി നിരീക്ഷണ പഠന പരിശോധനയും വീണ്ടും റിവിഷൻ, ഇംഗ്ലീഷ് റിവിഷൻ, വൊക്കാബുലറി. അവിടെയും വൊക്കാബുലറി ഉണ്ട് ഈ 3 റിവിഷനോടൊപ്പം. ദെൻ മെയ് 16 വെള്ളി ഭരണഘടന ഉണ്ടെങ്കിൽ ആരും ഉണ്ട്, സുപ്രധാന നിയമങ്ങളും ഉണ്ട്. മെയ് 16 വെള്ളി. SCERTലെ 3 ചാപ്റ്റർ വീണ്ടും. അപ്പോൾ SCERT ചാപ്റ്റർ ഒക്കെ തീർന്നെങ്കിൽ വീണ്ടും ഒന്നേന്നും പറഞ്ഞ് 3 ചാപ്റ്റർ വായിക്കും. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, പൊതുഭരണം വരെ 3 ചാപ്റ്റർ ആയില്ലയോ, അതിനുശേഷം പ്രധാനപ്പെട്ട 3 ചാപ്റ്റർ, അങ്ങനെ പഠിച്ചു പോകണം. കറണ്ട് അഫേഴ്സ്, PYQ ഫാക്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിലെ ഏത് ടോപ്പിക്കാണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. മലയാളം റിവിഷൻ PYQ, മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും വീണ്ടും റിവിഷൻ, ഇംഗ്ലീഷിലെ റിവിഷനോടൊപ്പം വൊക്കാബുലറിയും. അപ്പോൾ വൊക്കാബുലറിക്ക് റിവിഷൻ ഇല്ലല്ലോ എന്ന് കരുതരുത്. ദെൻ മെയ് 17, 18 ശനിയും ഞായറും. കാരണം മത്സര പരീക്ഷയായി, ഈ വരുന്ന ദിവസങ്ങളിൽ മത്സര പരീക്ഷയാണ്. ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നും വേണ്ട, ഫുള്ള് റിവിഷൻ. ഇത്രയും പഠിച്ച കാര്യങ്ങൾ എക്സാം മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. ഡെയിലി ഒരു 100 മാർക്കിൻ്റെ OMR എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല ശനിയും ഞായറും എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. മെയ് 19 തിങ്കൾ ഫ്രീ ഡേ. ഏതെങ്കിലും പെൻഡിങ് ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ടഫ് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് വളരെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് മേഖല കാണും. ചിലപ്പോൾ അത് സാമ്പത്തിക ശാസ്ത്രമാകാം, കറണ്ട് അഫേഴ്സ് ആകാം, SCERT ചാപ്റ്റർ ആകാം, അതും അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി ആകാം, അല്ലെങ്കിൽ കേരള നവോത്ഥാനം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട്, ഒരു കൂളായിട്ട് നിന്ന് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക. മെയ് 20 ചൊവ്വാഴ്ച, അവിടെയും ഫ്രീ ദിവസമാണ്. അന്ന് പഠിക്കാനൊന്നും തരുന്നില്ല. ഈ പഠിച്ച കാര്യങ്ങൾ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. അതിന് വീഡിയോ ക്ലാസ് കാണും, എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ക്ലാസ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇത്രയാണ്. ഇപ്പം അങ്ങനെ ഇത്രയും ദിവസം വന്നു. അപ്പം മെയ് 19 മെയ് 20 മെയ് ചൊവ്വാഴ്ച, ദെൻ മെയ് 21 ബുധനാഴ്ച. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ ടെൻഷൻ ഇല്ലാതെ, നിങ്ങൾ വേറെ ആരും ചിന്തിക്കേണ്ട. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ നിങ്ങളുടെ മനസ്സിൽ
നിങ്ങളുടെ അമ്മയും അച്ഛനെയും മാത്രം ഒന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി അവർ ആ അമ്മയും അച്ഛനും ഒക്കെ കഷ്ടപ്പെട്ടത്. നിങ്ങൾ എന്ത് കാര്യം അവരോട് ചോദിച്ചാലും അവർ നടത്തി തരുന്നു. അപ്പോൾ അവരെ മാത്രം മനസ്സിൽ വെക്കുക. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആയിക്കോളും. അപ്പോൾ എഴുതാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA 10th ലെവൽ മെയിൻ പരീക്ഷയിൽ ഉറപ്പായിട്ടും ആദ്യ റാങ്ക് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. കാരണം ഇതൊരു സ്റ്റഡി ടൈം ടേബിളാണ്. ഈ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, സിൻസിയറായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേടും. 2025 നമ്മുടെ വർഷമായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇതൊരു സ്റ്റഡി ടൈം ടേബിൾ ആണ്. ഈ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടൊപ്പം തന്നെ ഇതേ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം ക്ലാസ്, കണ്ടന്റ്, എക്സാം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.